ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് ബയോളജിയാണ്. അപ്പം ബയോളജിയിൽ ബേസിക്സ് തൊട്ട് തന്നെ നമുക്ക് തുടങ്ങുന്നതാണ് അല്ലേ. ബയോളജി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഈ സെൽസിനെ പറ്റിയാണ് ഈ വീഡിയോയിലോട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് ബയോളജി എന്ന് പറയുന്ന ഡെഫിനിഷൻ തൊട്ട് തന്നെ തുടങ്ങാം അല്ലേ. ബയോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് നാച്ചുറൽ സയൻസ് കൺസേൺഡ് വിത്ത് ദി സ്റ്റഡി ഓഫ് ലൈഫ് ആൻഡ് ലിവിങ് ഓർഗാനിസംസ് ഇൻക്ലൂഡിങ് ദെയർ സ്ട്രക്ചർ, ഫംഗ്ഷൻ, ഗ്രോത്ത്, എവല്യൂഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ടാക്സോണമി. അപ്പോൾ ഇത്രയും ഒരു സീരിയസ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ബയോളജി എന്ന് പറയുന്നത് ഒരു ജീവനുള്ള വസ്തുക്കളെക്കുറിച്ചും ജീവനെക്കുറിച്ചുമുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത് ബയോളജി എന്ന് പറയുന്നത്. ജീവനുള്ള വസ്തുക്കളെക്കുറിച്ച്, അതിൻ്റെ സ്ട്രക്ചറിനെക്കുറിച്ച്, ഘടനയെക്കുറിച്ച്, അതിൻ്റെ ഫങ്ഷൻ, ജോലികളെക്കുറിച്ച്, അതിൻ്റെ വളർച്ചയെക്കുറിച്ച്, അതിൻ്റെ എവല്യൂഷൻ അല്ലേ, നമ്മൾ എവല്യൂഷനെക്കുറിച്ച്, പിന്നെ എന്താണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ടാക്സോണമി, അതിനെയൊക്കെ പറ്റിയിട്ടുള്ള പഠനമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബയോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബയോളജി എന്ന് പറയുന്ന ഈ ടൈം കോയിൻ ചെയ്യുന്നത്, ബയോളജി എന്ന് പറയുന്ന ഈ ടൈം കോയിൻ ചെയ്യുന്നത് ഒരു ഫ്രഞ്ച് നേച്ചുറലിസ്റ്റ് അല്ലെങ്കിൽ ഫ്രഞ്ച് സയൻറ്റിസ്റ്റ്, എവല്യൂഷൻ സയൻറ്റിസ്റ്റ് അല്ലേ. ഈ എവല്യൂഷനൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കേട്ട ഒരുപാട് പേരാണ് ഈ ജീൻ ലാമാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ലാമാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജീൻ ലാമാർക്ക് എന്ന് പറയുന്ന പുള്ളിയാണ് ബയോളജി എന്ന് പറയുന്ന ടൈം കോയിൻ ചെയ്തത്. ഓക്കെ, ബയോളജി എന്ന് പറയുന്ന ടൈം കോയിൻ ചെയ്യുന്നത് ലാമാർക്ക് എന്ന് പറയുന്ന പുള്ളിയാണ്. എന്നാൽ ഈ ബയോളജിയുടെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ബയോളജി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഗ്രീക്ക് ഫിലോസഫറായ അരിസ്റ്റോട്ടിലാണ്. ആരാണത്? ഗ്രീക്ക് ഫിലോസഫറായ അരിസ്റ്റോട്ടിലാണ് ബയോളജിയുടെ പിതാവ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ പറയുന്ന ബയോളജി എന്ന് പറയുന്ന ശാസ്ത്രശാഖയ്ക്ക് രണ്ട് ഡിവിഷനുണ്ട്. നമ്മൾ മെയിനായിട്ട് പറയുന്നത് രണ്ട് ഡിവിഷനാണ്. ഒന്ന് സുവോളജിയും ഒന്ന് ബോട്ടണിയും. ഓക്കെ, ഒന്ന് സുവോളജി, ഒന്ന് ബോട്ടണി. ഇതിൽ ഈ സുവോളജിയുടെ ഫാദറായിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരെയാണ്? അരിസ്റ്റോട്ടിലിനെയാണ്. സുവോളജിയുടെ ഫാദറായിട്ട് കൺസിഡർ ചെയ്യുന്നതും അരിസ്റ്റോട്ടിലിനെയാണ്. എന്നാൽ ബോട്ടണിയുടെ ഫാദറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് തിയോഫ്രാറ്റസിനെയാണ്. ആരാണ്? തിയോഫ്രാറ്റസിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ബോട്ടണിയുടെ ഫാദറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ബയോളജി എന്ന് പറയുന്നത് ജീവനെക്കുറിച്ചുള്ള പഠനമാണെന്നും ബയോളജി എന്ന് പറയുന്ന ടൈം കോയിൻ ചെയ്തത് ലാമാർക്കാണെന്നും പിന്നെന്താണ് ബയോളജി എന്ന് പറയുന്ന ശാസ്ത്രശാഖയുടെ പിതാവ് നമ്മൾ ഈ പറയുന്ന അരിസ്റ്റോട്ടിലാണെന്നും ബയോളജി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാമെന്നും എന്താണത് സുവോളജി എന്ന് പറയുന്ന ശാസ്ത്രശാഖയുടെ പിതാവ് അരിസ്റ്റോട്ടിലാണെന്നും പിന്നെന്താണ് ബോട്ടണി എന്ന് പറയുന്ന ആ ഒരു ശാസ്ത്രശാഖയുടെ പിതാവ്, സസ്യശാസ്ത്രം, അതിൻ്റെ പിതാവ് ആരാണ്? തിയോഫ്രാറ്റസുമാണ്. ഇനി നമുക്ക് സെല്ലിനെ കുറിച്ച് പഠിക്കാം, അല്ലെങ്കിൽ സെൽസ് ആ ഒരു ഇതിലോട്ട് പോകാം അല്ലേ. അപ്പോൾ ഈ സെല്ല് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പണ്ടുതൊട്ടേ പഠിക്കുന്നൊരു കാര്യമാണ്. സെൽ ഈസ് ദി ഫണ്ടമെൻ്റൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ആൾ ലിവിങ് ഓർഗാനിസംസ്. ഓക്കെ, എല്ലാ ജീവവർഗത്തിൻ്റെയും ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? സെല്ലാണ്. ഓക്കെ, ഈ സെല്ലാണ് ഏറ്റവും ചെറിയ ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അല്ലേ. നമ്മളിപ്പോൾ എലിമെൻ്റ്, ഒരു മൂലകത്തിന് അത് ആറ്റമാണെന്ന് പറയുന്നത് പോലെ ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സെല്ലാണ് അല്ലേ. അപ്പോൾ ഈ സെല്ലെന്ന് പറയുന്ന സംഗതി ആദ്യമായിട്ട് ഒബ്സേർവ് ചെയ്യുന്നത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. റോബർട്ട് ഹുക്കാണ് ഈ ഒരു സെല്ലിനെ ഒബ്സേർവ് ചെയ്യുന്നത്. 1665 റോബർട്ട് ഹുക്ക് എന്തിൽ ഒബ്സേർവ് ചെയ്യുന്നു? റോബർട്ട് ഹുക്ക് ഫസ്റ്റ് ഒബ്സേർവ്ഡ് ദി സെൽ ഇൻ ദി സ്ലൈസസ് ഓഫ് ബോട്ടിൽ കോർക്കിൻ്റെ സ്ലൈസസിലാണ് ഇദ്ദേഹം ആദ്യമായിട്ട് സെൽസിനെ ഒബ്സേർവ് ചെയ്യുന്നത്. ആരാണ്? റോബർട്ട് ഹുക്ക്. അപ്പോൾ സെൽസിനെ ആദ്യമായിട്ട് ഒബ്സേർവ് ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ഹുക്കാണ്. ഇനി അതിനുശേഷം ആൻറ്റൺ വാൻ ല്യുവൻഹോക്ക് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് എന്ത് ഒബ്സർവ് ചെയ്തു എന്ന് വെച്ചാൽ ജീവനുള്ള കോശങ്ങളെ ഒബ്സർവ് ചെയ്തു. ഓക്കെ, ആൻറ്റൺ വാൻ ല്യുവൻഹോക്ക് ഫസ്റ്റ് സോ ആൻഡ് ഡിസ്ക്രൈബ്ഡ് എ ലിവിങ് സെല്ല്, ജീവനുള്ള കോശങ്ങളെ ആദ്യമായിട്ട് കാണുകയും അതിനെപ്പറ്റി വിവരിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ആൻറ്റൺ വാൻ ല്യുവൻഹോക്ക് എന്ന് പറയുന്നത്. എന്നാൽ സെൽസിനെ കണ്ടത് ആരാണ്? ആദ്യമായിട്ട് കണ്ടത് റോബർട്ട് ഹുക്കാണ്. പക്ഷേ കോർക്ക് എന്ന് പറയുന്നത് ബോട്ടിൽ കോർക്ക് എന്ന് പറയുന്നത് എന്താണ്? നോൺ ലിവിങ് ഓർഗാനിസമാണ്. അതുകൊണ്ട് അദ്ദേഹം കണ്ടത് നോൺ ലിവിങ് സെൽസിനെയാണ്. എന്നാൽ ആൻറ്റൺ വാൻ ല്യുവൻഹോക്കാണ് ആദ്യമായിട്ട് ലിവിങ് സെൽസിനെ കണ്ടതും ഒബ്സർവ് ചെയ്തതും. ആരാണത്? ആൻറ്റൺ വാൻ ല്യുവൻഹോക്ക്. ഇനി നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണത്? ഈ സെൽസ് ചേർന്ന് എന്തുണ്ടാകുന്നു? ടിഷ്യൂസ് ഉണ്ടാകുന്നു. പലതരത്തിലുള്ള ബ്ലഡ് ഈസ് എ ടിഷ്യൂ അല്ലേ. അപ്പോൾ സെൽസ് ചേർന്ന് ടിഷ്യൂസ് ഉണ്ടാകുന്നു. അപ്പം ബ്ലഡിൽ നമ്മൾ പറയുന്ന ഒരുപാട് ടിഷ്യൂസ് ഉണ്ട്. എന്തൊക്കെയാണ് അത്? ബ്ലഡ് എന്ന് പറയുന്ന ടിഷ്യൂവിൽ ഒരുപാട് സെൽസ് ഉണ്ട്. ഏതൊക്കെയാണത്? നമ്മളീ പറയുന്ന WBC
എന്താണ് വെളുത്ത രക്താണുക്കൾ, RBC ചുവന്ന രക്താണുക്കൾ, പിന്നെന്താണ് പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? സെൽസിന് ഉദാഹരണമാണ്. ഇനി അതേപോലെ ഈ സെൽസ് കൂടിച്ചേർന്ന് ടിഷ്യൂസ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു, ടിഷ്യൂസ് കൂടിച്ചേർന്ന് ഓർഗൻ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ടിഷ്യൂസ് കൂടിച്ചേർന്ന് ഓർഗൻ ഉണ്ടാവുന്നു. ഈ ഓർഗൻ ഇതെല്ലാം സെൽസും ടിഷ്യൂസും ഓർഗനും ഇതെല്ലാം കൂടിച്ചേർന്ന് ഒരു ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നു. എന്തുണ്ടാകുന്നു? ഓർഗൻ സിസ്റ്റം അല്ലേ. അപ്പോൾ സെൽസ് ഗ്രൂപ്പ് ടുഗദർ ടു ഫോം ടിഷ്യൂസ്, സെൽസ് കൂടിച്ചേർന്ന് ടിഷ്യൂസ് ഉണ്ടാകുന്നു. വിച്ച് ഇൻ ടേൺ ഗ്രൂപ്പ് ടുഗദർ ടു ഫോം ഓർഗൻസ്, ടിഷ്യൂസ് കൂടിച്ചേർന്ന് എന്തുണ്ടാകുന്നു? ഓർഗൻസ് ഉണ്ടാകുന്നു. അതാണ് ഏതൊക്കെ എന്ന് പറയുന്നത്? നമ്മൾ ഈ പറയുന്ന ഓർഗൻസായ ഹാർട്ടും നമ്മുടെ ഈ ബ്രെയിനും അല്ലേ, നമ്മൾ ഈ പറയുന്ന ലിവറും ഇതൊക്കെ ഉണ്ടാകുന്നു. ഇനി ഈ ഓർഗൻസും ഇതെല്ലാം കൂടിച്ചേർന്ന് ഒരു ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നു. നമ്മൾ ഈ പറയുന്ന സർക്കുലേറ്ററി സിസ്റ്റം എന്നോ റെസ്പിറേറ്ററി സിസ്റ്റം എന്നോ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നോ നെർവസ് സിസ്റ്റം എന്നോ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടാകുന്നു. ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന ഈ സെൽസ് കൂടിച്ചേർന്ന് ടിഷ്യൂസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്തുണ്ടാവുമെന്ന് പറഞ്ഞു? ടിഷ്യൂസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടിഷ്യൂസിനെ നമ്മൾ 4ആയിട്ട് തിരിക്കുന്നുണ്ട്. ബേസിക്കലി 4ആയിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് ഏതാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂസ്. 2 ഏതാണ്? കണക്റ്റീവ് ടിഷ്യൂസ്. 3 മസ്കുലാർ ടിഷ്യൂസ്. ആൻഡ് 4 പറയുന്നത് നമ്മൾ നെർവസ് ടിഷ്യൂസ് ആണ്. 4 പറയുന്നത് എന്താണ്? നെർവസ് ടിഷ്യൂസ്. അപ്പോൾ ഈ നെർവസ് ടിഷ്യൂസ് വരെയാണ്. അപ്പോൾ 4 ടൈപ്പ് ടിഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ആദ്യം എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ പറ്റി പറയാം. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂസ് ലൈൻ ദി ഔട്ടർ സർഫസ് ഓഫ് ഓർഗൻസ് ആൻഡ് ബ്ലഡ് വെസൽസ് ത്രൂ ഔട്ട് ദി ബോഡി ആസ് വെൽ ആസ് ദി ഇന്നർ സർഫസസ് ഓഫ് കാവിറ്റീസ് ഇൻ ദി മെനി ഇൻറ്റേർണൽ ഓർഗൻസ്. അപ്പം നമ്മൾ ഈ പറയുന്ന എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഓർഗൻസിൻ്റെ ഔട്ടർ സർഫേസ് കവർ ചെയ്യുന്ന ഒരു ടിഷ്യൂ ആണ്. ഓക്കെ, ഓർഗൻസ് ഔട്ടർ സർഫേസ് ഓഫ് ദി ഓർഗൻസ് ആൻഡ് ബ്ലഡ് വെസൽസ്, ഓർഗൻസിൻ്റെയും ബ്ലഡ് വെസൽസിൻ്റെയും ഔട്ടർ സർഫേസ് കവർ ചെയ്യുന്നൊരു ടിഷ്യൂ ആണ് നമ്മൾ ഈ പറയുന്ന എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചില ഓർഗൻസിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഇന്നർ സർഫസും ഈ എപ്പിത്തീലിയൽ ടിഷ്യൂസ് വെച്ച് കവർ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു എളുപ്പത്തിൽ എപ്പിത്തീലിയൽ ടിഷ്യൂസിൻ്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പറയാം, എന്ത് പറയാം? നമ്മുടെ ഈ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് സ്കിൻ. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് സ്കിന്നിനെ പറയാം. നമ്മൾ ഈ വായ്ക്കകത്ത് കാണുന്ന ടിഷ്യൂസ്, ഈ സോഫ്റ്റ് ടിഷ്യൂസ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഇന്നർ വായ്ക്കകത്ത് കാണുന്ന ആ സോഫ്റ്റ് ടിഷ്യൂസിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി പറയുന്ന നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. എന്താണ് നമ്മൾ ഈ പറയുന്ന കണക്റ്റീവ് ടിഷ്യൂസ്? അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്റ്റീവ് ടിഷ്യൂസ് ഈസ് ഫൗണ്ട് ഇൻ ബിറ്റ്വീൻ അതർ ടിഷ്യൂസ് എവരിവെയർ ഇൻ ദി ബോഡി ഇൻക്ലൂഡിങ് ദി നെർവസ് സിസ്റ്റം ആൻഡ് ദി സെൻട്രൽ നെർവസ് സിസ്റ്റം. അപ്പോൾ ഈ ബാക്കിയുള്ള ടിഷ്യൂസിൻ്റെ ഇടയിലൊക്കെ കാണപ്പെടുന്ന ടിഷ്യൂസാണ് എന്തെന്ന് പറയുന്നത്? കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. അതായത് 2 എണ്ണത്തിനെ കൂട്ടി യോജിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ധർമ്മം അല്ലെങ്കിൽ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ലിഗമെൻറ്റ്സ് പറയാം അല്ലേ, എല്ലുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന 2 എല്ലുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിഗമെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ടെൻഡൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ ഈ ടെൻഡൻസ് എന്ന് പറയുന്നത് എന്താണ്? മസിൽസിനെയും തമ്മിൽ 2 മസിൽസിനെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ആ ഒരു കണക്റ്റീവ് ടിഷ്യൂവിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ടെൻഡൻസ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ടെൻഡൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ പറയുന്നത് എന്താണ്? ബോൺസും കാർട്ടിലേജും ബ്ലഡും ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസിന് എക്സാമ്പിളാണ്. അതെല്ലാം ടിഷ്യൂസാണ്. ഓക്കെ, ബോണൊക്കെ ടിഷ്യൂ ആണ്. ഈ ബോണൊക്കെ ചേർന്നാണ് എന്തുണ്ടാകുന്നത്? സ്കെലിറ്റൽ സിസ്റ്റം ഉണ്ടാകുന്നത്. എന്തുണ്ടാകുന്നത്? സ്കെലിറ്റൽ സിസ്റ്റം ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്? മസ്കുലാർ ടിഷ്യൂ. എന്താണത്? മസ്കുലാർ ടിഷ്യൂ. മസ്കുലാർ ടിഷ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? നമ്മൾ ഈ പറയുന്ന ബേസിക് മസിൽസ് അതിൻ്റെ സെൽസുകൾ കൂടിച്ചേർന്ന് അല്ലേ. മസ്കുലാർ ടിഷ്യൂ ഈസ് എ സോഫ്റ്റ് ടിഷ്യൂ ദാറ്റ് കമ്പോസ് മസിൽസ് ഇൻ അനിമൽ ബോഡീസ് ആൻഡ് ഗിവ്സ് റൈസ് ടു മസിൽസ് എബിലിറ്റി ടു കോൺട്രാക്ട്. അപ്പം നമ്മുടെ ഈ കാണുന്ന മസിൽസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് മസ്കുലാർ ടിഷ്യൂ വെച്ചിട്ടാണ്. ഈ അനിമൽ ബോഡിയിൽ കാണപ്പെടുന്ന മസിൽസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? മസ്കുലാർ ടിഷ്യൂസ് വെച്ചിട്ടാണ്. ഇതിന് എന്തുണ്ട്? കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും അല്ലെ, വികസിക്കാനും ചുരുങ്ങാനും ഒക്കെ ഉള്ള എബിലിറ്റി ഉള്ള ഒരു ടിഷ്യൂ ആണ് നമ്മൾ ഈ പറയുന്ന മസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ള ടിഷ്യൂ ഏതാണ്? നെർവസ് ടിഷ്യൂ. അതെല്ലാവർക്കും അറിയാൻ തോന്നുന്നു അല്ലേ. നെർവസ് ടിഷ്യൂ എന്താണ്? നമ്മൾ ഈ പറയുന്ന നെർവസ് ടിഷ്യൂ ഓർ നെർവ് ടിഷ്യൂ ഈസ് ദി മെയിൻ ടിഷ്യൂ കമ്പോണൻറ്റ് ഓഫ് ദി 2 പാർട്സ് ഓഫ് നെർവസ് സിസ്റ്റം, ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അപ്പോൾ ഈ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൽ കാണപ്പെടുന്ന പലതരത്തിലുള്ള ടിഷ്യൂസിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? നെർവസ് ടിഷ്യൂസ് എന്ന് പറയുന്നു. എന്തെന്ന് പറയുന്നു? നെർവസ് ടിഷ്യൂസ് എന്ന് പറയുന്നു. അപ്പം നമ്മൾ ഈ പറയുന്ന പലതരത്തിലുള്ള നെർവ് സെൽസ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്?
നെർവസ് ടിഷ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത്. നെർവ് സെൽസിനെ നമ്മൾ പറയും ന്യൂറോൺസ് എന്ന പേരിൽ പറയും. ന്യൂറോൺസ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, നെർവ് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂറോൺസ് കൂടി ചേർന്ന് എന്തുണ്ടാവുന്നു, നെർവസ് ടിഷ്യൂസ് ഉണ്ടാവുന്നു. ഈ നെർവസ് ടിഷ്യൂസൊക്കെ കൂടി ചേർന്ന് പല ഓർഗൻ ഉണ്ടാവുന്നു. അതായത് നമ്മൾ ഈ പറയുന്ന ബ്രെയിൻ ഉണ്ടാവുന്നു, പിന്നെ സ്പൈനൽ കോഡ് ഉണ്ടാവുന്നു. ഈ ബ്രെയിനും സ്പൈനൽ കോഡും നെർവ് ടിഷ്യൂസും എല്ലാം ചേർന്ന് എന്തുണ്ടാകുന്നു, ഒരു നമ്മൾ ഈ പറയുന്ന നെർവസ് സിസ്റ്റം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥ ഉണ്ടാകുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുവരെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ബേസിക് സെൽ തിയറി എന്താണെന്ന് നോക്കാം. അല്ലെ, ഈ സെൽ തിയറി എന്ന് പറയുന്ന ഒരു തിയറി പ്രൊപ്പോസ് ചെയ്തത് മത്തിയാസ് ഷ്ലേഡനും തിയോഡർ ഷാനുമാണ്. അപ്പോൾ ഈ പേരുകൾ ഓർത്ത് വെച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ്. മത്തിയാസ് ഷ്ലേഡൻ ആൻഡ് തിയോഡർ ഷാൻ, ഇവർ രണ്ടുപേരും കൂടി പ്രൊപ്പോസ് ചെയ്തൊരു തിയറിയാണ് സെൽ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൽ തിയറി എന്താണെന്ന് വെച്ചാൽ, സെൽ തിയറി ഈസ് എ ഹിസ്റ്റോറിക് സയൻറ്റിഫിക് തിയറി ആൻഡ് നൗ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ദാറ്റ് ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. ജീവനുള്ള വസ്തുക്കൾ എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, സെൽസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ആര് പറയുന്നു, സെൽ തിയറി പറയുന്നു. അതുപോലെ തന്നെ സെൽസ് ആർ ദി ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഓർഗൻസ് ഓഫ് ലൈഫ്. ഓക്കെ അല്ലേ, ജീവിവർഗത്തിൻ്റെ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഓർഗാൻ എന്ന് ആരാണെന്ന് പറയുന്നത്, സെല്ലാണെന്ന് സെൽ തിയറി പറയുന്നുണ്ട്. പിന്നെ ഈ സെൽസ്, പുതിയ സെൽസ് ഉണ്ടാകുന്നത് പഴയ സെൽസിൽ നിന്നാണെന്ന് പറയുന്നു. ആൻഡ് ദാറ്റ് ആൾ സെൽസ് കം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ഓക്കെ, ഈ ഒരു പുതിയ സെൽസ് ഉണ്ടാകുന്നത് പഴയ സെൽസിൽ നിന്നാണെന്ന് പറയുന്ന ഈ ഒരു തിയറിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെൽ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സെൽ തിയറി എന്ന് പറയുന്നത് എന്താണ്, എല്ലാ ലിവിങ് ഓർഗാനിസം ഉണ്ടാക്കിയിരിക്കുന്നത് സെൽ വച്ചിട്ടാണ് അല്ലേ. ഈ സെല്ലാണ് നമ്മുടെ ഈ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവൻ്റെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് സെല്ലാണെന്ന് സെൽ തിയറി പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ എന്താണ്, പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നത് പഴയ പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നാണെന്നും ഈ സെൽ തിയറി പറയുന്നുണ്ട്. അപ്പോൾ ഈ സെൽ തിയറിയുടെ 3 കാര്യങ്ങൾ ഇതാണ്. സെൽ തിയറി പറയുന്ന 3 കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് അതൊക്കെ? സെൽ തിയറി ആദ്യം പറയുന്നു, എല്ലാ ജീവവർഗങ്ങളും സെല്ല് വെച്ചിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെന്താണ് സെൽ തിയറി പറയുന്നത്, സെല്ലാണ് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്, അല്ലെങ്കിൽ നമ്മളീ പറയുന്ന എന്താണ്, നമ്മളീ പറയുന്ന ജീവൻ്റെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് എന്താണ്, സെല്ലാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ മുൻപുണ്ടായിരുന്ന സെല്ലിൽ നിന്നാണ് പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നതെന്നും സെൽ തിയറി പറയുന്നു. അപ്പോൾ ഈ സെൽ തിയറി പ്രൊപ്പോസ് ചെയ്തത് ആരാണ്, മത്തിയാസ് ഷ്ലേഡനും തിയോഡർ ഷാനുമാണ്. അപ്പോൾ ഈ പേരുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് മുമ്പും പലതവണ ചോദിച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യനാണ്. എന്തെന്ന് പറയുന്നത്, സസ്യങ്ങൾ കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് അല്ലേ. അപ്പോൾ ഹൂ ഒബ്സർവ്ഡ് ദാറ്റ് പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്, അത് നമ്മളീ പറയുന്ന മത്തിയാസ് ഷ്ലേഡൻ ആണ് സസ്യങ്ങൾ കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. അതിനുശേഷം വരുന്നു ജന്തുക്കൾ കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാനാണ്. ഓക്കെ, ഹൂ ഒബ്സർവ്ഡ് ദാറ്റ് അനിമൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്, അതാരാണ്, തിയോഡർ ഷാനാണ്. ആരാണ്, തിയോഡർ ഷാൻ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള വേറൊരു ഫാക്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ, ഹൂ ഫസ്റ്റ് എക്സ്പ്ലെയിൻഡ് ദാറ്റ് സെൽസ് ഡിവൈഡ് ആൻഡ് ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. അപ്പോൾ ഈ പുതിയ സെല്ലുകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തന്ന ആളാണിത്, റൊഡോൾഫ് വിർച്ചോ എന്ന് പറയുന്നൊരു വ്യക്തി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, സെൽ ഡിവിഷൻ ഉണ്ടായിട്ടാണ് ഒരു സെല്ല് 2 സെല്ലായിട്ട് മാറുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് സെൽ ഡിവിഷൻ എന്താണെന്ന് അറിയാം, ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ദാറ്റ് സെൽസ് ആർ ഡിവൈഡഡ് ആൻഡ് ന്യൂ സെൽസ് ആർ ഫോംഡ്. ഇപ്പോൾ നിലവിലുള്ള സെൽസ് ഡിവൈഡ് ചെയ്തിട്ടാണ് പുതിയ സെൽസ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞത് ആരാണ്, റുഡോൾഫ് വിർച്ചോ ആണ്. ആരാണത്, റുഡോൾഫ് വിർച്ചോ ആണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ സെൽസിന് 2 ഡിവിഷൻസ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് സെൽസ് നമുക്ക് ഈ ലോകത്ത് കാണാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അത് പ്രോക്യാരിയോട്ടിക് സെൽസും പിന്നെന്താണ്, ഒന്ന് യൂക്യാരിയോട്ടിക് സെൽസും. എന്താണ്, പ്രോക്യാരിയോട്ടിക് സെൽസും യൂക്യാരിയോട്ടിക് സെൽസും. അപ്പോൾ ഈ പ്രോക്യാരിയോട്ടിക് സെൽസ് എന്ന് പറയുന്ന പ്രോക്യാരിയോട്ടിക് സെൽസ് ഫൗണ്ട് ഇൻ ലോവർ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ, PPLO അല്ലേ, പ്ലിയോറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ്. ഇതിലൊക്കെ കാണപ്പെടുന്ന ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ ആൻഡ് PPLO
പ്ലൂറോന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ്, ഇതുപോലത്തെ മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസിൽ കാണപ്പെടുന്ന സെൽസ് ആണ് പ്രോക്യാരിയോട്ടിക് സെൽസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ പ്രിമിറ്റീവ് സെൽസ് ആണെന്നാണ് പറയുന്നത്. എന്തെന്ന് പറയുന്നു? പ്രിമിറ്റീവ് സെൽസ്, അല്ലെങ്കിൽ പണ്ട് തൊട്ടേ ഉള്ള സെൽസാണ് നമ്മൾ ഈ പറയുന്ന പ്രോക്യാരിയോട്ടിക് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോക്യാരിയോട്ടിക് സെൽസിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രോക്യാരിയോട്ടിക് സെൽസ് ഡു നോട്ട് പൊസസ് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. ഇതിന് എന്തില്ല? ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല. എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. അതുപോലെ തന്നെ ഇതൊരു ടിപ്പിക്കൽ സെൽ ഡിവിഷൻ കാണിക്കുന്നില്ല. ഓക്കെ, ദേ ഡു നോട്ട് ഷോ ടിപ്പിക്കൽ സെൽ ഡിവിഷൻസ്. അപ്പം പ്രോക്യാരിയോട്ടിക് സെൽസ് എന്ത് ചെയ്യുന്നില്ല? ടിപ്പിക്കൽ സെൽ ഡിവിഷൻസ് കാണിക്കുന്നില്ല. പിന്നെ എന്താണ്? ദർ DNA is naked. അപ്പോൾ ഇവളുടെ DNA എന്ന് പറയുന്നത് വേറെ പ്രോട്ടീൻ ഒന്നും വെച്ച് ബൗണ്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ DNA വെറുതെ കിടക്കുകയാണ്. ദർ DNA is naked, അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഡു നോട്ട് ഹാവ് സെൽ ഓർഗനൽസ് എക്സെപ്റ്റ് റൈബോസോംസ്. ഇതിൽ നമ്മൾ ഈ കാണുന്ന ബാക്കിയുള്ള സെൽ ഓർഗനൽസ് ഇല്ല, നമ്മൾ ഈ പറയുന്ന ബാക്കിയുള്ള സെൽ ഓർഗനൽസ് ഉണ്ടല്ലോ, അതൊന്നുമില്ല. പക്ഷേ ഇതിൽ എന്തുണ്ട്? റൈബോസോംസ് ഉണ്ട്. എന്തുണ്ട്? റൈബോസോംസ് ഉണ്ട്. അതുപോലെ തന്നെ ആ പ്രോക്യാരിയോട്സ് ഹാവ് എ സെൽ വാൾ സറൗണ്ടിങ് ദി സെൽ മെംബ്രെയിൻ. ഇതിന് സെല്ലിനെ സെൽ മെംബ്രെയിനെ സറൗണ്ട് ചെയ്തിട്ട് എന്തുണ്ട്? ഒരു സെൽ വാളുണ്ട്. സെൽ മെംബ്രെയിനെ സറൗണ്ട് ചെയ്തിട്ട് എന്തുണ്ട്? ഒരു സെൽ വാളുണ്ട്. സെൽ മെംബ്രെയിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു സെൽ വാളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡ് മാട്രിക്സിനെ ദ ഫ്ലൂയിഡ് മാട്രിക്സ് ഫിൽ ഇൻ ദി സെൽ. ഈ ഫില്ലിങ് ഇൻ ദി സെൽ, ഈ ഒരു സെല്ലിൻ്റെ അകത്ത് കാണുന്ന ഒരു ഫ്ലൂയിഡിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നു? സൈറ്റോപ്ലാസം എന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രോക്യാരിയോട്ടിക് സെൽസ് ഏതൊക്കെയാണ്? നമ്മൾ ഈ പറയുന്ന ബാക്ടീരിയയും സയനോ ബാക്ടീരിയയും, പിന്നെ നമ്മൾ ഈ പറയുന്നത് എന്താണ്? മൈക്കോപ്ലാസ്മയും PPL പ്ലൂറോന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസും. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നമ്മൾ ഈ പറയുന്ന പ്രോക്യാരിയോട്ടിക് സെൽസിന് എക്സാമ്പിളാണ്. പിന്നെ ഇതിന് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതൊരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിന് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല. അതുപോലെ തന്നെ ഇത് ടിപ്പിക്കൽ സെൽ ഡിവിഷൻ കാണിക്കുന്നില്ല. ഇതിൻ്റെ DNA എന്ന് പറയുന്നത് നേക്കഡ് DNA ആണ്. അതിന് വേറെ പ്രോട്ടീൻ ബൗണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ വേറെ കവറിങ്സ് ഒന്നുമില്ല. ഇതൊരു നേക്കഡ് DNA ആണ്. പിന്നെന്താണ്? ഇതിൽ വേറെ സെൽ ഓർഗനൽസ് ഒന്നും കാണത്തില്ല. പക്ഷെ ആരുണ്ട്? റൈബോസോംസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കാണപ്പെടുന്ന ആ ഒരു ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് യൂക്കാരിയോട്ടിക് സെൽസിനെ പറ്റി പഠിക്കാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന അനിമൽസിനും പിന്നെ ഈ പ്ലാന്റ്സിലും ഒക്കെ കാണപ്പെടുന്ന ആ സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂക്കാരിയോട്ടിക് സെൽസ് എന്ന് പറയുന്നത്. ദ യൂക്കാരിയോട്സ് ഇൻക്ലൂഡ്സ് ആൾ ദി പ്രോട്ടിസ്റ്റ് അനിമൽസ് ആൻഡ് ഫംഗൈ. ഫംഗസിലും കാണപ്പെടുന്ന സെൽ എന്താണ്? യൂക്കാരിയോട്ടിക് സെൽസ് ആണ്. പിന്നെ ആ യൂക്കാരിയോട്ടിക് സെൽസ് ആർ നോട്ട് ഐഡൻറ്റിക്കൽ ആണ്. ഇത് ഒരേ കണക്കത്തല്ല ഇരിക്കുന്നത്. പല സെൽസിനും പല രൂപമാണ്. ഇപ്പം നമ്മുടെ ഈ സ്കിൻ സെൽസ് ഇരിക്കുന്ന കണക്കാണോ നമ്മുടെ ഈ ഇന്നർ സെല്ലിൽ ഇരിക്കുന്നത്? അതുപോലെയാണോ വേറെ സെൽസ് ഇരിക്കുന്നത്? അല്ലേ? അപ്പം ഇതിന് പലതിനും പല രൂപമാണ്. ഇത് ടിപ്പിക്കൽ സെൽ ഡിവിഷൻ കാണിക്കുന്നുണ്ട്. യൂക്കാരിയോട്ടിക് സെൽസ് ഷോ ടിപ്പിക്കൽ സെൽ ഡിവിഷൻസ്. അതുപോലെ തന്നെ യൂക്കാരിയോട്ടിക് സെൽസ് കണ്ടെയ്ൻ സെൽ ഓർഗനൽസ്. നമ്മൾ ഈ പറയുന്ന സെൽ ഓർഗനൽസ് ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. മൈറ്റോകോൺട്രിയയും എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലവും അതുപോലെ ന്യൂക്ലിയസും റൈബോസോംസും ഇതെല്ലാം കാണപ്പെടുന്ന സെൽസാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ഈ പറയുന്ന യൂക്കാരിയോട്ടിക് സെൽസ് എന്ന് പറയുന്നത്. യൂക്കാരിയോട്ടിക് സെൽസ്. പിന്നെന്താണ്? യൂക്കാരിയോട്ടിക് സെൽസ് ഹാവ് എ വെറൈറ്റി ഓഫ് കോംപ്ലക്സ് ലോക്കോമോട്ടറി ആൻഡ് സൈറ്റോസ്കെലിറ്റൽ ഫീച്ചേഴ്സ്. ഇതിന് ഒരുപാട് സൈറ്റോസ്കെലിറ്റൽ ഫീച്ചേഴ്സും ലോക്കോമോട്ടറി ഫീച്ചേഴ്സും ഒക്കെ ഉണ്ട്. ഏതിനാണ്? നമ്മൾ ഈ പറയുന്ന യൂക്കാരിയോട്ടിക് സെൽസിനാണ്. പിന്നെ ഇതിലെ ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ DNA ഇതിനെ ഓർഗനൈസ് ചെയ്ത് ക്രോമസോം ആക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ DNA എവിടെയാണ് കാണപ്പെടുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്തെന്ന് പറയാം? ക്രോമസോമിലാണ് ഈ DNA കാണപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സെല്ലിൻ്റെ മെയിനായിട്ടുള്ള ഡിവിഷൻസ് എന്ന് പറയുന്നത്. പ്രോക്യാരിയോട്ടിക്കും യൂക്കാരിയോട്ടിക് സെൽസും. പ്രോക്യാരിയോട്ടിക് സെൽസും യൂക്കാരിയോട്ടിക് സെൽസും. ഇനി നമുക്ക് വേറൊരു കാര്യം പറയാം. എന്താണ്? പ്ലാന്റ് സെൽസും അനിമൽ സെൽസും, അല്ലേ? അപ്പോൾ ഈ പ്ലാന്റ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ് സെൽസ് ആർ എൻക്ലോസ്ഡ് ബൈ എ സെൽ വാൾ. പ്ലാന്റ് സെൽസിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊരു സെൽ വാളുണ്ട്. എന്തുണ്ട്? ഒരു സെൽ വാളുണ്ട്. അതിൽ അതേപോലെ പ്ലാസ്റ്റിഡ്സ് ആർ പ്രസൻറ്റ്. പ്ലാന്റ് സെൽസിൽ മാത്രമുള്ളൊരു കാര്യമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസ്റ്റിഡ്സ് എന്തിലാണുള്ളത്? പ്ലാന്റ് സെൽസിലാണുള്ളത്. ഇനി എന്താണ്? ദീസ് സെൽസ് യൂഷ്വലി കൺസിസ്റ്റ് ലാർജ് സെൻട്രൽ വാക്യൂൾ. അപ്പോൾ ഇതിലെ വാക്യൂൾ, അല്ലേ? ഈ വാക്യൂൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. പ്ലാന്റ് സെൽസിലെ സെൽ വാക്യൂൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. പിന്നെ ഇതിൽ സെൻട്രിയോൾസ് ഇല്ല. പ്ലാന്റ് സെൽസിൽ എന്തില്ല? സെൻട്രിയോൾസ് ഇല്ല.
പിന്നെന്താണ് ഇതിലെ റിസർവ് ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർച്ചാണ്. എന്താണത്? സ്റ്റാർച്ചാണ് പ്ലാന്റ് സെൽസിലെ റിസർവ് ഫുഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി അനിമൽ സെൽസിനെ പറ്റി പറയാം. അനിമൽ സെൽസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിന് സെൽ വാൾസ് ഇല്ല. ഓക്കെ, സെൽ വാൾ ഈസ് ആബ്സെൻറ്റ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിഡ്സും ഇല്ല. പ്ലാസ്റ്റിഡ്സ് ആർ ആബ്സെൻറ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻട്രൽ വാക്യൂൾ എന്ന് പറയുന്നത്, ഓക്കെ, സെൻട്രൽ വാക്യൂൾ, ആ ഒരു ക്യാവിറ്റി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. വളരെ ചെറുതാണ് സെൻട്രൽ വാക്യൂൾ. ഓക്കെ, അനിമൽ സെൽസ് യൂഷ്വലി ഹാവ് സ്മാൾ സെൻട്രൽ വാക്യൂൾ. പിന്നെ ഇതിലെന്തുണ്ട്? സെൻട്രിയോൾസും ലൈസോസോം ഒക്കെ ഇതിലുണ്ട്. ഓക്കെ, സെൻട്രിയോൾസ് ആൻഡ് ലൈസോസോംസ് ആർ ആൾവേസ് പ്രസൻറ്റ്. ഓക്കെ, പിന്നെന്താണ് ഇതിലെ റിസർവ് ഫുഡ് എന്ന് പറയുന്നത്? എന്താണ്? ഗ്ലൈക്കോജൻ ആക്ട് ആസ് റിസർവ് ഫുഡ്. അതാണ് ഈ പ്ലാന്റ് സെൽസും അനിമൽ സെൽസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സെൽസിനെ പറ്റി പഠിച്ചു, പിന്നെ പ്രോകാരിയോട്ടിക് സെൽസും യൂകാരിയോട്ടിക് സെൽസും പ്ലാന്റ് സെൽസും അനിമൽ സെൽസിനെയും പറ്റി പഠിച്ചു. ഇനി നമുക്ക് വേറൊരു കാര്യം പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ 4 ബേസിക് ഷേപ്സ് ഓഫ് ബാക്ടീരിയ അല്ലേ. അപ്പോൾ ഈ ബാസില്ലസ് എന്ന് പറഞ്ഞാൽ എന്ത് ഷേപ്പുള്ള ബാക്ടീരിയയാണ്? റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാസില്ലസ് എന്ന് പറയുന്നത്. കോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെറിക്കൽ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോക്കസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിബ്രിയോ എന്ന് പറയുന്നത് എന്താണ്? കോമാ ഷേപ്ഡ് ബാക്ടീരിയയാണ്. ഓക്കെ, കോമാ ഷേപ്ഡ് ബാക്ടീരിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിബ്രിയോ എന്ന് പറയുന്നത്. കേട്ടിട്ടില്ലേ? വിബ്രിയോ കോളറയൊക്കെ ഉണ്ടല്ലോ. പിന്നെ സ്പൈറല്ല എന്ന് പറയുന്നത് എന്താണ്? സ്പൈറൽ ഷേപ്പ്, ഒരു സ്പ്രിങ്ങിൻ്റെ ഷേപ്പിലുള്ള ബാക്ടീരിയകളാണ് നമ്മൾ സ്പൈറൽ ബാക്ടീരിയ അല്ലെങ്കിൽ സ്പൈറല്ലം എന്ന് പറയുന്നത്. അപ്പോൾ ബാസില്ലസ് എന്താണ്? ബാസില്ലസ് റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണ്. കോക്കസ് എന്താണ്? സ്പെറിക്കൽ ബാക്ടീരിയ. വിബ്രിയോ എന്താണ്? കോമാ ഷേപ്ഡ്. ആൻഡ് സ്പൈറല്ലം എന്താണ്? സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തിയാണ്. ഇനി സ്ട്രക്ചർ ഓഫ് സെൽസും സെൽ ഓർഗനൽസ്, കോശാംഗങ്ങളെ പറ്റിയൊക്കെ ഞാനൊരു സെക്കൻഡ് പാർട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.